ടൗണിലൂടെ ഇങ്ങനെ വരിക. അപ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു സർക്കസ് കമ്പനിക്കാർ ഒരു പുലിനും ഒരു സിംഹത്തിനും ഒരു കൂട്ടിലാക്കിയിട്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയായിരുന്നു. പാലക്കാട് ടൗണിലെത്തിയപ്പോ പുലി ഒരു ചവിട്ട് കൊടുത്തതാ. കിടക്കണു കൂടെ അപ്പുറത്തേക്കാ പോയി. മൂപ്പർക്ക് സ്വാതന്ത്ര്യം അന്നാണ് ആഗസ്റ്റ് 15 പുറത്തേക്ക് ചാടി. പാലക്കാട് ടൗണ് കണ്ടോക്കുമ്പോ പുലിക്കൊരാഗ്രഹം ഒന്ന് വലിച്ചിക്കളയാം, കിട്ടിയ ചാൻസ് അല്ലേ. എല്ലായിടത്തും ഒന്നൊരു വേളം ഉണ്ടാക്കിയപ്പോ പോലീസും പട്ടാളും എല്ലാവരും ഓടി. പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചാലോ ഇവിടെ ഒരു പുലിയുണ്ട്. ഞങ്ങളെന്താ ചെയ്യാ? പോലീസ് വന്നിട്ട് SI വന്നാ പോലീസ് സല്യൂട്ട് അടിക്കോ? DGP വന്നാ അടിക്കോ പോലീസ് സല്യൂട്ട്? പുലിക്കെന്ത് DGP? അതുകൊണ്ട് കലക്ടർ പറഞ്ഞു വേഗം തന്നെ പുലിയെ പിടിച്ച് ഉടനെ ഉള്ളിലാക്കണം പോലീസിനേട്. കലക്ടർ പറഞ്ഞാൽ കേൾക്കണ്ടേ? പോലീസ് വന്നു. വരോടാ പുലി വെച്ചു. പുലി അതാക്കണ അവിടെ ഉണ്ടില്ലേ, അങ്ങോട്ട് പോകാൻ തയ്യില്ല, നിൽക്കാൻ. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ വെടിവെക്കണോ കൊല്ലണോ മയക്കുവെടി വെക്കണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ സംശയിച്ചിരിക്കുന്നതിനൊക്കെ പുലി കയറിയിട്ട് ഒരു തന്നെ അതൊക്കെ പിടിച്ച് ഒരാറ്റ കയറാം. അവന്റെ കഴുത്തിൽ 2 കഷ്ണായി. ഇത് കണ്ട് പാലക്കാട് നിൽക്കുന്ന ആദിവാസി അവന്റെ തലയിൽ ഒരുപാട് കാഞ്ഞിരത്തിന്റെ വലിയ വടിയായിട്ട് വരികയാണ്. അവൻ കുഴച്ചു വരുന്ന പുലിയെ കണ്ടപ്പോ തലയിലിരിക്കുന്ന ഈ സാധനത്തിൽ നിന്ന് 2 എണ്ണം വലിച്ചു ഊരിയെടുത്തിട്ട് ഒരാറ്റ തല്ല് പുലി ഹറമയ്യത്ത അവിടെ വീണു. അപ്പോഴത്തിന് ഏമാന്മാര് വന്നു. വളരെ തന്ത്രപരമായി നമ്മൾ പുലിയെ കീഴടക്കിയിരിക്കുക. പോലീസിന്റെ ഭാഷയാണ് പത്രക്കാരെഴുതി. ആദിവാസിയുടെ ഈ മൈത്തായില്ലെങ്കിൽ കാണാറുന്നു തന്ത്രവും മന്ത്രമൊക്കെ. വളരെ തന്ത്രപരമായി നമ്മൾ പുലിയെ കീഴടക്കിയിരിക്കുകയാണ്. കലക്ടർ വന്നു. ആരാ കൊന്നത്? ഇയാളോ? കൈ കൊടുത്തു. മാരിമുത്തുവിന് അഭിനന്ദനം. തുണി പൈതെടുത്താ പാവം പറഞ്ഞു. എന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലേ, തായോണ്ട് തല്ലി കൊടുത്തിട്ടുള്ളൂ. മൂപ്പര് സാധാരണ ചെയ്യുന്ന പരിപാടി ടൗണിൽ ചെയ്തേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. കലക്ടർ പറഞ്ഞു ഇങ്ങനെ ഇത്രയും മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഇദ്ദേഹത്തിന് നമ്മൾ അഭിനന്ദിക്കുകയാണ്. ധീരതക്കുള്ള അവാർഡിൽ അടുത്ത കൊല്ലം ഇയാളെ നമ്മൾ രാഷ്ട്രപതിയുടെ അവാർഡിന് തെരഞ്ഞെടുക്കും. പത്രക്കാരെഴുതി പുലിയെ കൊന്ന ആദിവാസിക്ക് ധീരതക്കുള്ള അവാർഡിന് റെക്കമെൻഡ് ചെയ്യുമെന്ന് പാലക്കാട് ജില്ലാ കലക്ടർ. അങ്ങനെ ഇരിക്കുമ്പോ ഡൽഹിയിൽ നമ്മുടെ മന്ത്രി, അവിടെ ഈ മന്ത്രി അന്ന് അവിടെ ഹയാത്തിലുണ്ട്. അവൾ അറിഞ്ഞു, ആഹാ പുലിനെ കൊല്ലും. അപ്പൊ ഒരു പാവം പിടിച്ച മനുഷ്യന്റെ ഹൽക്ക് കടിച്ചങ്ങനെ മുറിച്ചിട്ടുണ്ട്. നോട്ടീസ് വന്നു കലക്ടർക്ക്. അകാരണമായി പുലിയെ കൊന്നവന് ധീരതക്കുള്ള അവാർഡ് കൊടുക്കുമെന്ന കലക്ടർക്ക് എക്സ്പ്ലാനേഷൻ നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ്. നമ്പർ 1, പുലിയെ കൊന്ന ആദിവാസിയെ അനധികൃതമായി വന്യമൃഗത്തെ വേട്ടയാടി എന്ന പേരില് വിചാരണ കൂടാതെ ജയിലിലിടണം. ആദിവാസി പറഞ്ഞു, ഏമാനെ ഞാനെന്ത് വെച്ചു? ഇന്റർനെറ്റ് ചീറി വന്ന സാധനത്തിന് കൊല്ലിയന് ഞാൻ ഈ ജയിലും പോണോ? നിങ്ങളെന്തൊക്കെ മാലട്ട് എന്ന് കലക്ടർ പറഞ്ഞു. തന്നെ പിടിച്ചോണ്ടിട്ടില്ലെങ്കിൽ എന്റെ ജോലിയാ പോണ്. വാദി പ്രതിയായി. സുബ്ഹാനല്ലാഹ്. അവസാനം സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടാണ് ആ കേസ് ഡിസ്പോസ് ചെയ്തു കൊടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മനുഷ്യനെ കൊന്നപ്പോ അവിടെ വിലയുണ്ടായില്ല. ആ മനുഷ്യനെ കൊന്നപ്പോ എക്സ്പ്ലാനേഷൻ നോട്ടീസ് വന്നില്ല. എന്നാൽ പുലി മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പുലിനെ കൊന്നതിന് വിശദീകരണ നോട്ടീസ് ചോദിക്കുകയാണ്. അള്ളാഹു പറയുന്നു, ഇങ്ങനത്തെ ഒരു കാലം നിങ്ങളിൽ വരുന്നതാണ്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്നുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം. മൃഗങ്ങൾക്ക് തുല്യമാണെന്ന് പറഞ്ഞിട്ടല്ല പറഞ്ഞു. മൃഗങ്ങൾക്ക് കിട്ടുന്ന പരിഗണന പോലും നിങ്ങൾക്ക് കിട്ടില്ല. ബൽഹും അദൽ. അതിനേക്കാൾ നിങ്ങൾ അല്ലാഹു തരം താഴ്ത്തി കളയോ. കാരണം എന്താണെന്നറിയോ? നായക്ക് കിട്ടുന്ന വില നമുക്ക് കിട്ടുമോ മോനെ? നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? തുർക്കിയിൽ നിന്ന് അഭയാർത്ഥികളായി പോയ ലക്ഷക്കണക്കിന് പാവപ്പെട്ട മുസ്ലിമീങ്ങൾ കടല് നീന്തിക്കടന്നു മറുകര പറ്റിപ്പോയപ്പോ ഐലൻ കുർദി എന്ന് പേരുള്ള 2.25 വയസ്സ് പ്രായമുള്ള പൊന്നുമോൾ കടല് വെള്ളം കുടിച്ചിട്ട് മരിച്ചു കിടക്കുന്ന രംഗം നമ്മളൊക്കെ കണ്ടുപോയതല്ലേ. ആ ഐലൻ കുർദിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അമേരിക്കക്കോ ഐക്യരാഷ്ട്ര സഭക്കോ ധൈര്യമുണ്ടായോ?
ലോകമെന്ന് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പരാജയത്തിന്റെ കാരണം മത ആശയത്തിൽ വെള്ളം കലർത്തിയതാണ്, പണത്തിന് വേണ്ടി ഫത്വ മാറ്റിയതാണ്, ദീനിന്റെ അടിസ്ഥാന തന്ത്രങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതാണ്. അതുകൊണ്ട് അവനെന്തു പറയൂ ഇവനെന്തു പറയുന്നു നോക്കണ്ട. നാളെ ചില ആളുകൾ പറയും, നിങ്ങൾ കണ്ടോ പാരീസിൽ പർദ്ദ ധരിച്ചാൽ 8 കൊല്ലം കഠിന തടവാട് മോനെ, പാരീസിൽ പർദ്ദ ധരിച്ചാൽ 8 കൊല്ലം കഠിന തടവാട് എന്ന് വെച്ചാൽ നമുക്കൊരു ഫത്വ ഇറക്കാൻ പറ്റുമോ? അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ പാരീസിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വേശ്യാലയം നടക്കുന്ന കൂട്ടിക്കൊടുപ്പ് നടക്കുന്ന സ്ഥലമാണ് പാരീസ് അങ്ങാടി. അതാ നമ്മൾ വേറെ റോട്ടിൽ നിന്നാ മതി, കോൾഗേൾ വന്നിട്ട് ചോദിക്കൂ 2 മണിക്കൂറിന് 3 പൗണ്ട്, 4 മണിക്കൂറിന് 10 പൗണ്ട്, 8 മണിക്കൂറിന് 12 പൗണ്ട്, വേണോ 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 എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാരീസില് പർദ്ദ ധരിച്ചു കഴിഞ്ഞാൽ 8 കൊല്ലത്തെ കഠിന ശിക്ഷയാണെന്ന് അവിടുത്തെ ഗവൺമെന്റ് ഫത്വ ഇറക്കിയപ്പോൾ നമ്മൾ പറയണോ അതുകൊണ്ട് നിങ്ങളൊക്കെ ഷഡ്ഡിയും പനിയനിട്ട് നടന്നാ മതി പെണ്ണുങ്ങളെ, നിങ്ങൾ തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല, പരിശുദ്ധ ഖുർആനിന്റെ വാക്ക് നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് നമുക്ക് പറയാനൊക്കോ? ഇത് ആഖിറുസ്സമാനാണ്, ഇത് ഖിയാമത്ത് നാളിന്റെ പടിവാദിക്കലേക്ക് നിൽക്കുന്ന രോഗമാണ്. സത്യം പറയുന്നവനെ ഭ്രാന്തനെന്ന് വിളിക്കുന്ന കാലമാണ്, സത്യം പറയുന്നവനെ മജ്നൂൻ എന്ന് വിളിക്കുന്ന കാലമാണ്, യാഥാസ്ഥികനെന്ന് വിളിക്കുന്ന കാര്യമാണ്. ഞാൻ ഒരു ജുഡീഷ്യൽ സർവീസിലിരിക്കുന്ന വ്യക്തിയാണ്, യാഥാസ്ഥികനല്ല. നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഭൗതികമായിട്ട് അഭൗതികമായിട്ട് മനസ്സിലാക്കിയവൻ തന്നെയാണോ? എന്നാൽ അതിന്റെ അപ്പുറത്താണ് പരമശക്തനായ അള്ളാഹുവിന്റെ ബുദ്ധിയെന്ന് ആ തിരിച്ചറിവ് എനിക്ക് എന്റെ ഹൃദയത്തിൽ അള്ളാഹു ചെറിയ നിലക്ക് ഇട്ടു തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുകയാണ്. അള്ളാഹുവിന്റെ ദീനെന്ത് പറഞ്ഞു? ചെയ്യണ്ടെന്ന് പറഞ്ഞോ ചെയ്യണ്ട, ചെയ്യണമെന്ന് പറഞ്ഞോ ചെയ്യണോ? അത് ബുദ്ധിക്കനുസരിച്ച് മാറ്റാനും നിവർത്താനും നമ്മൾ മെനക്കെട്ട് പോയാൽ നമ്മൾ വളരെ മോശപ്പെട്ടവരായി, ലോകത്ത് ഒന്നിനും കൊള്ളരുതാത്തവരായി മാറിപ്പോകും മക്കളെ. അതറിയാൻ വേണ്ടിയാ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഞാൻ ഓർത്തുപോകുകയാണ്, ഒരു കാലത്ത് മുസ്ലിമീങ്ങളെന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് എന്ത് ബഹുമാനമായിരുന്നു, ഒരു കാലത്ത് മുസ്ലിമീങ്ങളെന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾക്ക് എന്ത് ബഹുമാനമായിരുന്നു, ഒരു കാലത്ത് തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കും നസ്രാണികൾക്കും നിരീശ്വരവാദികൾക്ക് വരെ തങ്ങളാ വരുന്നത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബഹുമാനമായിരുന്നു. ആ ബഹുമാനം റെസ്പെക്റ്റുമൊക്കെ പോയിട്ട് ഇപ്പൊ എടാ തങ്ങളെ വാടാ മൊയ്ലേര് എന്ന് വിളിക്കുന്ന സമാനിലേക്ക് നമ്മൾ എത്താനുണ്ടായ കാരണം എന്താണ്? അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് മുസ്ലിം ലോകം വ്യതിചലിച്ചു പോയി. അല്ലാഹു പറയുന്നു, നിങ്ങൾ അൻതുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ, മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് സഹായമുണ്ട്, മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ട്, മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ ഉന്നതന്മാരാണ്. ലോകചരിത്രം നമ്മൾ നോക്ക്. മുസ്ലിമായിരുന്ന കാലം മുഴുവൻ നമ്മളെ ഒരു മതക്കാരും ഭീകരനും തീവ്രവാദിയും തെമ്മാടിയും അക്രമിയൊന്നും ആക്കിയിട്ടില്ല. ഇവിടെ ഇപ്പോ ആടിനെ പട്ടിയാക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മുസ്ലിമീങ്ങളത് തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, പോരല്ലോ. രോഗത്തിനല്ലേ ചികിത്സിക്കേണ്ടത്? രോഗത്തിനാ ചികിത്സ വേണ്ടത്, രോഗമില്ലാത്തതിന് ചികിത്സിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ രോഗം നമുക്കല്ല, രോഗം നമുക്ക് രോഗമാണെന്ന് പറയുന്നവർക്ക് അവർക്കാ തിരുത്തി കൊടുക്കേണ്ടത്. ഈ വയലിപ്പോടെ സംഘടിപ്പിച്ചത് വലിയുള്ളാഹി CM എഡ്യൂക്കേഷൻ സെന്റർ സംഘടിപ്പിച്ചു. വയലിന് വന്ന 99.9% ഓൺലി മുസ്ലിങ്ങളാണ്. 1% 1% മുസ്ലിമീങ്ങളല്ലാത്തവർ ഈ മജ്ലിസിലോ പരിസരത്തോ ഈ വാല് കേൾക്കുന്നുണ്ടാവുള്ളൂ. ഇനി ഓൺലൈനിലൂടെ എങ്ങാനും അതർ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഈ വാല് കേൾക്കുന്നുണ്ടോ അല്ലാഹു ആലം, എനിക്കറിയത്തില്ല. അതിനെ സാധ്യതയുള്ളൂ, സ്കോപ്പുള്ളൂ. പക്ഷേ വാല് പരസ്യമായി പട്ടാപ്പകൽ കൊട്ടുപള്ളി അങ്ങാടിയിലും കോഴിക്കോട് ടൗണിലും വിളിച്ചു പറയേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. എന്താ പറയേണ്ടത്? അല്ലാഹുവിന്റെ മതം എന്താണ്? ഇസ്ലാം പരമപരിശുദ്ധമാണ്, സത്യമാണ്, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മതമാണ്, ഒരാളെയും അകാരണമായി ഉപദ്രവിക്കാൻ പഠിപ്പിക്കാത്ത മതമാണ്, ഇങ്ങോട്ടടിച്ചവനെ പോലും അങ്ങോട്ട് തിരിച്ചടിക്കരുതെന്ന് പഠിപ്പിച്ച മതമാണ്. ലോകത്തെ ഏറ്റവും വലിയ സാഹോദര്യവും സമത്വവും കാരുണ്യവും ലോകത്ത് പഠിപ്പിച്ചവർ നമ്മളാണ്. ആ നമ്മളെയാണെന്ന് വാദി പ്രതിയാക്കിയിട്ട് തീവ്രവാദി, ഭീകരവാദി, ടെററിസ്റ്റ്, മറ്റത് മറിച്ചത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
കാരണം നമ്മൾ അറിയണം, ഈ അടുത്ത ദിവസം ടോണി ബ്ലെയറും